السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസൂലുസ് സുന്നഹ് എന്ന റിസാലയാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നയുടെ ആളുകൾ സ്വീകരിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളിലെ അഖീദയും മൻഹജുമാണ് ഗ്രന്ഥകർത്താവ് വിശദീകരിക്കുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഖാലൽ മുഅല്ലിഫു റഹിമഹുല്ലാഹ് വൽ ഈമാനു ഖൗലുൻ വ അമലുൻ. അഹ്ലുസുന്നയുടെ ഉസൂലിൽപ്പെട്ടതാണ് വൽ ഈമാനു, വിശ്വസിക്കൽ അല്ലെങ്കിൽ ഈമാൻ. അത് ഖൗലുൻ, വാക്കും, വ അമലുൻ, പ്രവൃത്തിയുമാണ്. യസീദു വ യൻഖുസു, അത് കൂടുകയും കുറയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. കമാ ജാഅ ഫിൽ ഖബർ, വാർത്തകളിൽ വന്നതുപോലെ അഥവാ ഹദീസുകളിൽ വന്നതുപോലെ. ഇവിടെ അൽ ഖബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസാണ്. ഉദാഹരണത്തിന് അക്മലുൽ മുഅ്മിനീന ഈമാനൻ, വിശ്വാസികളിൽ ഏറ്റവും ഈമാൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് അഹ്സനുഹും ഖുലുഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർക്കാകുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വിശദീകരിച്ചത്. വൽ ഈമാനു, ഈമാൻ എന്ന് പറയുന്നത് ഖൗലുൻ വ അമലുൻ, വാക്കും പ്രവൃത്തിയുമാണ്. അതോടൊപ്പം നമുക്കറിയാം, ഈമാൻ ഹൃദയത്തിലാണ് ആദ്യം സ്ഥാപിക്കപ്പെടേണ്ടത്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും എന്ന് സൂറത്തു അൽ ഹുജുറാത്തിൽ കാണാം. അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ വിശ്വസിക്കേണ്ടത്, വിശ്വാസം എന്നുള്ളത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തിയാണ്, ഇതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറഞ്ഞൊരു കാര്യമാണ് അൽ ഈമാനു ഖൗലുൻ വ അമലുൻ വ അഅ്തിഖാദുൻ. ഈമാൻ എന്നത് ഖൗലാണ്, വാക്കാണ്, വ അമലുൻ, പ്രവൃത്തിയുമാണ്, വ അഅ്തിഖാദുൻ, അതേപോലെ തന്നെ ഇഅ്തിഖാദുമാണ്, വിശ്വാസവുമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അതേപോലെ തന്നെ നാവ് കൊണ്ട് അത് പ്രഖ്യാപിക്കണം, ശരീരം കൊണ്ട് പ്രവർത്തിച്ച് കാണിക്കുകയും വേണം. അതേപോലെ തന്നെ മറ്റൊരു ഇബാറത്താണ് അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുൻ ബിൽ ഖൽബ്, തസ്ദീഖുൻ ബിൽ ഖൽബി, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തൽ. വ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് അത് പ്രഖ്യാപിക്കൽ. വ അമലുൻ ബിൽ ജവാരിഹ്, ശരീര അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ. അപ്പോൾ ഹൃദയത്തിലില്ലാതെ വെറും നാവ് കൊണ്ട് പറഞ്ഞാൽ അത് മുനാഫിഖുകളുടെ അടയാളമാണ്. നമുക്ക് ഖുർആനിൽ കാണാം, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ പറയുന്നു, അതാണ് വമിനൻ നാസി മൻ യഖൂലു, അവർ പറയുന്നു എന്താണ്? ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലും. എന്നാൽ അല്ലാഹു പറയുന്നു വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. കാരണം ഹൃദയത്തിലില്ലാത്തത് പറയാണ്. അപ്പോൾ വെറും ഖൗല് കൊണ്ട് കാര്യമില്ല, അതേപോലെ തന്നെ അമല് കൊണ്ടും കാര്യമില്ല ഖൽബിലില്ലെങ്കിൽ. മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, അവർ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ മടിയന്മാരായി നിൽക്കും. അപ്പോൾ അവർ നമസ്കരിക്കുന്നുണ്ട്, വിശ്വാസികളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. പക്ഷേ ഹൃദയത്തിൽ സത്യവിശ്വാസത്തോടു കൂടിയല്ല ഈ നമസ്കരിക്കുന്നത്, ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, വിശ്വാസികളാണെന്ന് മറ്റുള്ളവർക്ക് തെളിയാൻ വേണ്ടിയാണ്, അല്ലാതെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് ഹൃദയത്തിൽ
അഖീദയില്ലെങ്കിൽ ഖൗല് കൊണ്ടോ അമല് കൊണ്ടോ കാര്യമില്ല. സൂറത്തുൽ മുനാഫിഖൂൻ ഖുർആനിലൊരു അധ്യായമാണ് കപട വിശ്വാസികൾ. അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. നബിയെ, താങ്കളുടെ അടുക്കൽ മുനാഫിഖുകൾ വന്നാൽ അവർ പറയുന്ന എന്താണ്? ഖാലു, അവർ പറയും, നശ്ഹദു, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, ഇന്നക ലറസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. ഇപ്പൊ ഷഹാദയാണ് ചൊല്ലുന്നത്. പക്ഷെ അള്ളാഹു പറയുകയാണ് വല്ലാഹു യഅലമു അന്നക റസൂലു വല്ലാഹു യശ്ഹദു അന്നൽ മുനാഫിഖീന ലകാദിബൂൻ. താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അള്ളാഹുവിനറിയാം. പക്ഷേ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നത് എന്തിനാണ്? മുനാഫിഖുകൾ കളവ് പറയാണ്, ഇല്ലാത്തത് പറയാണ്. അപ്പൊ അവരുടെ മനസ്സിൽ അവർ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഹൃദയത്തിൽ അംഗീകരിക്കാതെ നാവ് കൊണ്ട് പറഞ്ഞാലോ ശരീരം കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടോ കാര്യമില്ല എന്ന് ഖുർആനിലെ ഈ ആയത്തുകൾ കൊണ്ടൊക്കെ കൃത്യമായി സ്ഥാപിക്കപ്പെടുന്നതാണ്. ഖാലത്തിൽ അറാബു ആമന്ന, സൂറത്തുൽ ഹുജറാത്ത്. അറാബികൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി പറഞ്ഞ എന്താണ്? ഖുൽ ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, കീഴൊതുങ്ങി എന്ന് പറഞ്ഞോളൂ. കാരണം വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈമാൻ എന്നുള്ളത് ഏറ്റവും ആദ്യം വേണ്ടത് തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം. സത്യപ്പെടുത്തുക എന്നുള്ളത് ഹൃദയം കൊണ്ട് സംഭവിക്കണം. പിന്നെ ഖൗലുൻ ബിൽ ലിസാൻ, ഹൃദയത്തിൽ അംഗീകരിച്ചാൽ മാത്രം പോരാ, മറിച്ച് അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. മുസ്ലിമീങ്ങൾ കേൾക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി കേൾക്കെ, അതല്ലെങ്കിൽ ഇനി ആരും കേട്ടിട്ടില്ലെങ്കിൽ പോലും അയാൾ നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് സാക്ഷ്യം വഹിക്കണം. പ്രസിദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ എന്നുള്ളത് 70 പരം ശാഖകളുണ്ട്. അഫ്ളലുഹ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ്. ആ ഖൗലാണ് അവിടെ ഖൗല് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ കാണാം, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയണം അള്ളാഹു ഏകനാണ്. അവിടെ ഖുൽ എന്നാണ്, പറയുക. അപ്പോൾ പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഈ വ്യക്തി മുസ്ലിമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു അവിശ്വാസി ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലണം. അതാണ് വൽ ഈമാനു ഖൗലുൻ. മൂന്നാമത്തത്, അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അമലിൽ കൊണ്ടുവരണം. വ അമലുൻ, പ്രവർത്തിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് ഷഹാദത്ത് കലിമയാണെങ്കിൽ പിന്നെ രണ്ടാമത്തത് ഉടനെ വരുന്നത് എന്താണ്? നമസ്കാരമാണ്, പിന്നെ സക്കാത്താണ്, പിന്നെ നോമ്പാണ്, പിന്നെ ഹജ്ജാണ്. നോക്കൂ, കാരണം സത്യവിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമല് വേണം. അതാണ് ഇവിടെ ഗ്രന്ഥകർത്താവ് വൽ ഈമാനു ഖൗലുൻ വ അമലുൻ. അവിടെ ഇഅ്തിഖാദിനെ കുറിച്ച് പ്രത്യേകം പറയാതിരുന്നത്, അത് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം ഹൃദയത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വിഷയം ഒരിക്കലും ഈമാനാവുകയില്ല. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയാതിരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണത്? വൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ വ അമലുൻ, അത് ഖൗലാണ്, അമലാണ്. എന്നാൽ ഇഅ്തിഖാദിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, ഇവിടെ ഗ്രന്ഥകർത്താവ് കൊണ്ടുവന്ന വിഷയങ്ങളെല്ലാം ബിദ്അത്തിന്റെ കക്ഷികൾ പിഴച്ചുപോയ വിഷയങ്ങളിലെ അഹ്ലുസുന്നത്തിന്റെ നിലപാടാണല്ലോ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈമാൻ ഇഅ്തിഖാദ് മാത്രം മതി, അഥവാ വിശ്വാസം മാത്രം മതി, ഖൗലും അമലും വേണ്ടതില്ല എന്ന് വാദിച്ചവരുണ്ട്. ഖൗലും അതേപോലെ തന്നെ ഇഅ്തിഖാദും മതി, അമല് അതിൽ പെടുകയില്ല എന്ന് വാദിച്ചവരുമുണ്ട്. അതിൽപ്പെട്ടവരാണ് മുർജിയാക്കൾ, ഇർജാഇന്റെ ആളുകൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പിഴച്ചുപോയ ഒരു കക്ഷിയാണ് മുർജിയാക്കൾ, ഇർജാഇന്റെ ആളുകൾ.
എന്ന് പറഞ്ഞാൽ അവർക്ക് റജാ, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അവർ പറയുന്നത് ഒരാൾ സത്യവിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമല് അതിൽ ഉൾപ്പെടുകയില്ല. ഉദാഹരണത്തിന് ഒരാൾ നമസ്കരിച്ചാലും ഇല്ലെങ്കിലും സത്യവിശ്വാസിയാണെങ്കിൽ അയാളുടെ ഈമാനിനെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ ഒരാൾ കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, തിന്മകൾ ചെയ്തു, അത് അയാളുടെ ഈമാനിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്ത ഒരാളുടെ ഈമാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനും ഒരേപോലെയാണ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ. ഇതാണ് മുർജിയാക്കളുടെ വാദം. എന്ന് പറഞ്ഞാൽ അമലിന് ഈമാനുമായി യാതൊരു ബന്ധവുമില്ല, പ്രവർത്തനത്തിന് ഈമാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അവർ വാദിക്കുന്നു. മറിച്ച് ഹൃദയം കൊണ്ട് പറഞ്ഞാൽ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, നാവ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമലില്ലെങ്കിലും അയാളുടെ ഈമാൻ സമ്പൂർണമാണ്, അതിൽ കുറവുമില്ല കൂടുകയുമില്ല. ഇതാണ് മുർജിയാക്കളുടെ വാദം. മുർജിയാക്കളിൽ തന്നെ ഗുലാത്തുകളായ, മുർജിയാക്കളിൽ തന്നെ അതിരുവിട്ടൊരു വിഭാഗം പറഞ്ഞത് ഇനി നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സുകൊണ്ട് വിശ്വസിച്ചാൽ മതി. ഈമാനിൽ ഇഅ്തിഖാദ് മാത്രം മതി, ഖൗലും വേണ്ട അമലും വേണ്ട. എന്നാൽ ഇഅ്തിഖാദ് പോലും വേണ്ട എന്ന് പറഞ്ഞവർ ആരുമില്ല. ഇഅ്തിഖാദ് അഥവാ ഹൃദയം കൊണ്ട് വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞവർ ആരുമില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഇഅ്തിഖാദിനെ കുറിച്ച് പ്രത്യേകം പറയാതിരുന്നത്. കാരണം അതിൽ ഒരു പിഴച്ച കക്ഷിക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത് ഖൗല് വേണോ, ഒരു വിഭാഗം പറഞ്ഞു ഖൗലും കൂടി വേണം, വേറൊരു വിഭാഗം പറഞ്ഞു ഖൗല് വേണ്ട അമല് മാത്രം മതി, ഖൗല് വേണ്ട അമല് മാത്രം മതി. അതുകൊണ്ടാണ് ഇവിടെ ഗ്രന്ഥകർത്താവ് ഇഅ്തിഖാദ് എല്ലാവരും അംഗീകരിക്കുന്നു, അതുകൊണ്ട് അത് പറയാതെ വൽ ഈമാൻ, ഈമാനിൽ എന്തുകൂടി വരും, ഖൗലുൻ, ഈമാൻ ഖൗലാണ്, അത് നാവ് കൊണ്ട് പറഞ്ഞിരിക്കണം, വ അമലുൻ, പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം, പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം. അപ്പോൾ ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിൽ അഖീദ ശരിക്ക് പഠിച്ചു വെക്കുക, ശരിക്ക് പഠിച്ചു വെക്കുക. ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തൽ, വ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയൽ, വ അമലുൻ ബിൽ ജവാരിഹ്, ശരീര അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ. സൽക്കർമ്മങ്ങൾ ഈമാനിൽപ്പെട്ടതാണ് എന്നതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഹദീസാണ്. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അതിലൊന്ന് അഫ്ദലുഹ, അതിലേറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ്. അപ്പോൾ അവിടെ ഖൗല് വന്നു. വ അദ്നാഹ, അതിൻ്റെ ഏറ്റവും താഴെ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാലിന്യം നീക്കലാണ്. നോക്കൂ, വഴിയിൽ നിന്ന് മാലിന്യം നീക്കുക എന്നുള്ളത് എന്താണ്? ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ആ പ്രവൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ പ്രവാചകൻ പറഞ്ഞു അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഒരു ശാഖയാണ്. ലജ്ജ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ ഹൃദയം കൊണ്ട് സംഭവിക്കുന്ന ഹയാഇനെയും ഈമാനിൽപ്പെടുത്തി. അപ്പോൾ എന്തൊക്കെ വന്നു? ഹൃദയം കൊണ്ടുള്ള ഇഅ്തിഖാദും നാവ് കൊണ്ടുള്ള പറച്ചിലും ശരീരം കൊണ്ടുള്ള പ്രവൃത്തിയും ഒക്കെ ഈമാനിൻ്റെ ഭാഗമാണ്. ബൈത്തുൽ മുഖദ്ദസിന് നേരെ തിരിഞ്ഞുകൊണ്ടായിരുന്നു സത്യവിശ്വാസികൾ ആദ്യകാലത്ത് നമസ്കരിച്ചിരുന്നത്. പിന്നീട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് ഖിബ്ലയെ മാറ്റി. അപ്പോൾ ചില ആളുകൾ സംശയം ചോദിച്ചു, ഇത്രയും കാലം ബൈത്തുൽ മുഖദ്ദസിന് നേരെ തിരിഞ്ഞ് നമസ്കരിച്ചവരുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ അള്ളാഹു പാഴാക്കൂല. അവിടെ തഫ്സീറുകളിലൊക്കെ കാണാം, അവിടെ ഈമാൻ കൊണ്ട് ഉദ്ദേശിച്ചത് അസ്സലവാത്ത്, നമസ്കാരങ്ങളാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത നമസ്കാരം അള്ളാഹു പാഴാക്കൂല. അതിന് നമസ്കാരത്തിന് പകരം അവിടെ ഉപയോഗിച്ച വേർഡ് എന്താണ്? ഈമാൻ, ഈമാൻ എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈമാൻ അമല് ഈമാനിൽപ്പെട്ടതാണ്, ഖൗല് ഈമാനിൽപ്പെട്ടതാണ്, ഇഅ്തിഖാദും ഈമാനിൽപ്പെട്ടതാണ്. വൽ ഈമാനു ഇഅ്തിഖാദുൻ വ ഖൗലുൻ വ അമലുൻ. പിന്നീട് അദ്ദേഹം പറയുന്നത് യസീദു, അത് വർദ്ധിക്കും, ഈമാനിൽ വർധനവുണ്ടാകും. വയൻഖുസു, ഈമാനിൽ കുറവും സംഭവിക്കും.
ഇതും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽപ്പെട്ടതാണ്. അൽ ഈമാനു യസീദു വയൻഖുസു. യസീദു ബിത്വാഅ, അനുസരണത്തിലൂടെ വർധന ഉണ്ടാകും. വയൻഖുസു ബിൽ മഅസിയ, അനുസരണക്കേട് കാണിച്ചാൽ കുറയുകയും ചെയ്യും. അനുസരണക്കേട് കാണിച്ചാൽ കുറയും, അനുസരിച്ചാൽ കൂടും. അതാണ് ഈമാൻ. അപ്പോൾ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. എന്നാൽ ഖവാരിജികളും അതേപോലെ തന്നെ മുർജിയാക്കളും ഒക്കെ വാദിച്ചത് ഈമാൻ സ്റ്റഡിയായി നിൽക്കും, അതിൽ കുറവും കൂടുതൽ അങ്ങനത്തെ വിഷയമല്ല. അതങ്ങനെ സ്റ്റഡിയായി നിൽക്കും. ഒരാൾ സത്യവിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി അതിൻ്റെ അളവ് ഒന്നാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ തന്നെയാണ് അതല്ലാത്തൊരാൾക്കും. ഇതാണ് അവരുടെ അഖീദ. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ല. ഈമാൻ എന്നുള്ളത് യസീദു വയൻഖുസു, അറിവും അതേപോലെ തന്നെ അമലും അനുസരിച്ച് ഈമാനിൽ വർധനമുണ്ടാകും, അതിൽ കുറവുമുണ്ടാകും. അതിനൊരു തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് കമാ ജാഅ ഫിൽ ഖബരി, ഹദീസിൽ വന്നതുപോലെ. എന്താണ്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഏറ്റവും അധികം ഈമാൻ കൂടുതൽ ഉണ്ടാകുന്നത്, പൂർത്തീകരിക്കപ്പെടുന്നത് അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവക്കാർക്കാണ്. എന്താണ് അതിലെ തെളിവ്? എന്താണ് അതിലെ ഷാഹിദ്? അത് വളരെ വ്യക്തമാണ്. സൽസ്വഭാവം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈമാൻ പൂർത്തീകരിക്കപ്പെടും. അതിൻ്റെ അർത്ഥം എന്താണ്? സൽസ്വഭാവത്തിൽ കുറവ് സംഭവിക്കുന്നതിനനുസരിച്ച് ഈമാനിൽ കുറവ് സംഭവിക്കും. കാരണം അത് വളരെ വാളിഹാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് വളരെ വാളിഹാണ്. എന്താണ്? നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നന്നാക്കുന്നതനുസരിച്ച് അയാളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ സൽസ്വഭാവത്തിലെ കുറവ് ഈമാനിൽ കുറവ് വരാൻ കാരണമായി തീരും. ഇത് സ്വഹീഹായ ഹദീസാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ ആയത്ത് നോക്കൂ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന, യഥാർത്ഥ വിശ്വാസികൾ അവർ യാതൊരു കൂട്ടരാണ്. ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാലോ സാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കും. അപ്പോൾ ഈമാൻ വർദ്ധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു. സാദത്തുഹും ഈമാനൻ, ഈമാൻ വർദ്ധിക്കും. അപ്പോൾ ഈമാൻ കൂടുമെന്ന കാര്യത്തിൽ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു. കൂടുന്ന ഏതൊരു കാര്യവും കുറവും ഉണ്ടാകും. കൂടാൻ സാധ്യതയുള്ള ഏതൊന്നിലും കുറയാനും സാധ്യതയുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ തർക്കമില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ സൂറത്തു തൗബയിലെ 124 അവിടെയും കാണാം, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ മുനാഫിക്കുകൾ ചോദിക്കും, ഈ അധ്യായം ഇറങ്ങിയിട്ട് ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? അതാണ് മൻ യഖൂലു അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന, നിങ്ങളിൽ ആർക്കെങ്കിലും ഈമാൻ വർദ്ധിച്ചോ എന്ന് മുനാഫിക്കുകൾ പരസ്പരം ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി ഫഅമ്മല്ലദീന ആമനു ഫസാദത്തുഹും ഈമാന, എന്നാൽ സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൂറത്ത് പുതിയത് പഠിച്ചാൽ, ഒരായത്ത് പുതിയത് പഠിച്ചാൽ സത്യവിശ്വാസികൾക്ക് ഈമാൻ കൂടും. വഹും യസ്തബിശിറൂൻ. എന്നാൽ വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം, എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫസാദത്തുഹും റിജ്സ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് മോശമായ അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈമാൻ കൂടും, നിഫാഖ് ഉള്ളവർക്ക് അവരുടെ ഉള്ള ഈമാനിൽ നിന്ന് നിഫാഖ് വർദ്ധിക്കുമ്പോൾ ഈമാൻ കുറയും. അപ്പോൾ ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യുമെന്ന് സൂറത്തു തൗബയിലെ 124-ലും 125-ലുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅമ്മല്ലദീന കഫറു ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം. സത്യനിഷേധികൾക്കാകട്ടെ ഒരു സൂറത്ത് ഇറങ്ങുമ്പോൾ അവരുടെ റിജ്സാണ് വർദ്ധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈമാൻ കുറയുകയാണ് ചെയ്യുന്നത്, മുനാഫിക്കുകൾക്കും എല്ലാം തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ അതിലെ ആയത്തുകൾ, പുതിയ പുതിയ വിജ്ഞാനങ്ങളൊക്കെ മനുഷ്യൻ്റെ ഇൽമിനെ വർദ്ധിപ്പിക്കുന്നതാണ്. വർദ്ധിക്കുന്ന ഒന്നിന് മനുഷ്യൻ്റെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ഈമാൻ വർദ്ധിക്കുമെങ്കിൽ അതിൽ കുറവ് സംഭവിക്കുകയും ചെയ്യും എന്നതിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ വൽ ഈമാനു ഖൗലുൻ വ അമലുൻ യസീദു വ യൻഖുസു കമാ ജാഅ ഫിൽ ഖബരി അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ.
അപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായതാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ പെട്ടതാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, വമൻ തറക സ്വലാത ഫഖദ് കഫറ, ആരാണോ നമസ്കാരം ഉപേക്ഷിക്കുന്നത് അവൻ കാഫിറായിരിക്കുന്നു. വമൻ തറക സ്വലാത ഫഖദ് കഫർ, നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറായിരിക്കുന്നു. ഇങ്ങനെ പറയാനുള്ള കാരണം, മുർജിയാക്കൾ വാദിച്ചു, ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ പിന്നെ അയാൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലും അയാൾ സ്വർഗത്തിലാണ്, അയാൾ മുസ്ലിം എന്നാണ്, നിസ്കാരം ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല. അതിനെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്, വമൻ തറക സ്വലാത ഫഖദ് കഫർ, നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറായി. മാത്രമല്ല, ഇത് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് നമസ്കാരം പൊതുവെ ഉപേക്ഷിക്കുന്ന ആളുകൾക്കും ബാധകമാണ്. അതുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് സ്വഹാബികളുടെ ഖൗലായി മഷ്ഹൂറായ ഒരു കാര്യം ഇവിടെ ഉദ്ധരിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വലൈസ മിനൽ അഅമാലി ശൈഉൻ തർക്കുഹു കുഫ്റുൻ ഇല്ല സ്വലാഹ്. വലൈസ മിനൽ അഅമാലി ശൈഉൻ, പ്രവർത്തനങ്ങളിൽ ഒന്നുമില്ല, തർക്കുഹു കുഫ്റുൻ, അത് ഉപേക്ഷിച്ചാൽ കുഫ്റാവുകയില്ല, ഇല്ല സ്വലാത്തു, നമസ്കാരം ഒഴികെ, നമസ്കാരം ഒഴികെ. അപ്പോൾ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചാലും അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാതിരുന്നാലും അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാതിരുന്നാലും ഒരു വേള അയാൾ മുസ്ലിമായി പരിഗണിക്കപ്പെടും. എന്നാൽ നമസ്കരിക്കാതിരുന്നാൽ അയാൾ മുസ്ലിം അല്ല. ഇത് സ്വഹാബത്തിന്റെ ഖൗലാണ്. സ്വഹാബികൾ പറഞ്ഞത്, ഞങ്ങൾ സ്വഹാബത്ത് ഒരു അമലും ഉപേക്ഷിച്ചാൽ അതിനെ കുഫ്റായി കണ്ടിട്ടില്ല, നമസ്കാരം ഒഴികെ. നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ മൻ തറക്കഹാ ഫഹുവ കാഫിറുൻ, ആരാണോ അതിനെ ഉപേക്ഷിക്കുന്നത് അവൻ കാഫിറാണ്. വഖദ് അഹല്ലല്ലാഹു ഖത്ലഹു, അവരെ കൊല്ലാൻ അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിന് അവരുടെ മേൽ വധശിക്ഷ, മുർത്തദ്ദുകൾ എന്നുള്ള നിലക്ക് വധശിക്ഷ വിധിക്കാവുന്നതാണ്. ഇസ്ലാം ഒന്ന് പുറത്തുപോയവർ എന്നുള്ള നിലക്ക് വധശിക്ഷ വിധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ മുസ്ലിമീങ്ങളായി അവരെ പരിഗണിക്കേണ്ടതില്ല. നമസ്കരിക്കാത്തവരോട് മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാം. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നമസ്കരിക്കാത്തവരോട് യുദ്ധം ചെയ്യാന്നല്ല, യുദ്ധ സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിൽ വെച്ചൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ കൊല്ലാൻ പാടില്ല എന്നാണ്. അതേ സമയത്ത് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും നമസ്കരിക്കേണ്ടതില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവരോട് മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യുന്നതിനും വിരോധമില്ല. എന്നാൽ നമസ്കരിക്കുന്ന മുസ്ലിമീങ്ങളോട് യുദ്ധം പാടില്ല എന്നർത്ഥം. ഷഹാദത്ത് കലിമ ചൊല്ലുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളോട് യുദ്ധം പാടില്ല. അപ്പോൾ ഇവിടെ ഗ്രന്ഥകർത്താവ് ഉടനെ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം മുർജിയാക്കളുടെ വാദമാണ്, അതേപോലെയുള്ള ടീമിന്റെ വാദമാണ്. നമസ്കരിച്ചിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ചില ആളുകൾ പറയും, അള്ളാഹു ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നത്, അപ്പൊ നമസ്കരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, എൻ്റെ ഹൃദയം റബ്ബിനറിയാമെന്ന് പറയും. എന്നാൽ മറ്റേതൊരു വിഷയത്തെക്കാളും ഗൗരവമേറിയതാണ് നമസ്കാരം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ധാരാളം മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹുമുസ് സ്വലാഹ് ഫമൻ തറകഹാ ഫഖദ് കഫർ. ഒരു മുസ്ലിമിനും അമുസ്ലിമിനും ഇടയിലുള്ള കരാർ നമസ്കാരമാണ്. ആരാണോ നമസ്കാരം ഉപേക്ഷിക്കുന്നത് അവൻ കാഫിറായിരിക്കുന്നു. ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി അസ്സലാ. ഒരു വ്യക്തിക്കും കുഫറിനും ഷിർക്കിനും ഇടയിലുള്ള അടയാളം അസ്സലാ, നമസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ, ആരാണോ അതിനെ ഉപേക്ഷിക്കുന്നത് അവൻ കാഫിറായി. അപ്പം നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ്. ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം, ഇവിടെ ഫമൻ തറക്കഹ, ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞത് ആ ഉപേക്ഷ ഏത് അടിസ്ഥാനത്തിലാണ്? അതു നമസ്കാരത്തെ, അതിൻ്റെ ഫർദിയ്യത്തിനെ, അത് നിർബന്ധമാണ് എന്നതിനെ തന്നെ നിഷേധിക്കലാണോ? അതല്ല, നമസ്കാരമൊക്കെ ഇസ്ലാമിലുള്ളതാണ്, നിർബന്ധമാണ്, പക്ഷേ എന്നിട്ടും നമസ്കരിക്കാതിരിക്കുന്നവരും ഇതിൽ ഉൾപ്പെടുമോ? മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ഉപേക്ഷിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ
അതിനെ എതിർക്കുക എന്നോ നമസ്കാരത്തെ കളവാക്കുക എന്നോ പറഞ്ഞിട്ടില്ല. നമസ്കാരത്തിൽ കുഫർ കാണിക്കുക, നമസ്കാരത്തെ കളവാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. തറക്കാന്നാ പറഞ്ഞത്, ഉപേക്ഷിക്കുക, നമസ്കരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുവെ നമസ്കാരം ഉപേക്ഷിക്കുന്ന, എപ്പോഴെങ്കിലുമൊക്കെ നമസ്കരിക്കുന്നവരും പാടെ നമസ്കാരം ഉപേക്ഷിച്ചവരുമായ ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ പരിധിയിൽ വരും. ഇതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഏറ്റവും പ്രബലമായ അഭിപ്രായം പൊതുവെ നമസ്കരിക്കാത്ത ആളുകൾ, വല്ലപ്പോഴുമൊക്കെ നമസ്കരിക്കുന്നവർ, അവരൊക്കെ ഇതിൽ പെടും. എന്നാൽ നമസ്കാരം തന്നെ ഇല്ല എന്ന് പറഞ്ഞാലോ അവൻ കാഫറാണ്, ആർക്കും സംശയമല്ല. കാരണം സ്വഹാബത്തിന്റെ ഖൗലിൽ നിന്ന് അതുകൂടി കിട്ടുന്നുണ്ട്. കാരണം അവർ പറഞ്ഞെന്താണ്, ലൈസ മിനൽ അഅമാലി ശൈഉൻ തർക്കുഹു കുഫ്റുൻ, അമലുകളിൽ ഉപേക്ഷിക്കൽ ഒന്നും കുഫറല്ല ഇല്ല സ്വലാ, നമസ്കാരം ഒഴികെ. അപ്പൊ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചാലോ, നമുക്കറിയാം നോമ്പ് തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ കാഫിറാണ്, സംശയമില്ല. ഒരാൾ പറയണം ഹജ്ജ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, ഞാനത് അംഗീകരിക്കുന്നില്ല, അവൻ കാഫിറാണ്. സക്കാത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. അപ്പോൾ സ്വഹാബത്ത് ഉദ്ദേശിച്ചത് അതല്ല. അതായിരുന്നെങ്കിൽ ലൈസ മിനൽ അഅമാലി ശൈഉൻ തർക്കുഹു കുഫ്റുൻ ഇല്ല സ്വലാ, നമസ്കാരം ഒഴികെന്ന് മാത്രം പറയൂല. ഈ നിഷേധം, ഈ തർക്ക് കളവാക്കലിന്റെ ഉപേക്ഷയാണെങ്കിൽ അത് നോമ്പിനെ ഉപേക്ഷിച്ചാലും അത് കുഫറാണ്, സക്കാത്തിനെ ഉപേക്ഷിച്ചാലും കുഫറാണ്, ഹജ്ജിനെ ഉപേക്ഷിച്ചാലും കുഫറാണ്. അപ്പൊ സ്വഹാബത്ത് അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അത് കുഫറാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. മറിച്ച് സ്വഹാബത്ത് ഉദ്ദേശിച്ചത് കളവാക്കിയിട്ടില്ലെങ്കിൽ പോലും, സത്യനിഷേധം കാണിച്ചിട്ടില്ലെങ്കിൽ പോലും പൊതുവെ നമസ്കരിക്കാത്തവൻ കാഫിറാണ്. വല്ലപ്പോഴുമൊക്കെ നമസ്കരിക്കുന്നവരും നമസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവരാണ്. എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം ഏതേ ഉള്ളൂ, വല്ലപ്പോഴുമൊക്കെ അലസത കൊണ്ടോ മടി കൊണ്ടോ ഒരാൾ നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു ളുഹർ നമസ്കാരം ജമ്മാക്കുന്ന സമയവും കടന്ന് മഗ്രിബ് വരെ ഒരാൾ നമസ്കരിക്കാതെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വഖ്ത് ചില സന്ദർഭങ്ങളിലൊക്കെ പതിവായി നമസ്കരിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത് മടി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിനോദത്തിൽ ഏർപ്പെട്ടിട്ട് തൽക്കാലം ഞാൻ കളിക്കട്ടെ, അങ്ങനെ ദേഹേച്ഛയ്ക്ക് കീഴൊതുങ്ങിയിട്ട് ഏതെങ്കിലും ചില വക്തിലെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളാണെങ്കിൽ അയാളെ കാഫിറാണെന്ന് പറയാൻ പറ്റൂല. മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാൾക്ക് പുറത്തു കൊടുക്കും. അയാൾ തൗബ ചെയ്യുകയും ഖളാ വീട്ടുകയും വേണം. തൗബ ചെയ്യുകയും ആ നമസ്കാരം ഖളാ വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അയാൾ ഏറ്റവും ചുരുങ്ങിയത് തൗബ ചെയ്താൽ മതി, അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലും കുഫറാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. മനഃപൂർവ്വം ഒരാൾ ഒരു വഖ്ത് നമസ്കാരം ഉപേക്ഷിക്കുകയും അത് തീരെ നമസ്കരിക്കാതിരിക്കുകയും ചെയ്താൽ അയാൾ തൻ്റെ ഷഹാദ പുതുക്കണം എന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ കൂടുതൽ ശരിയായി തോന്നുന്നത്, അല്ലാഹു ആലം, നമസ്കാരം അതിനെ പാടെ നിഷേധിച്ചവൻ കാഫിറാണ്. അതിനെ നിഷേധിക്കാതെ തന്നെ തീരെ നമസ്കരിക്കാത്ത സ്വഭാവമുള്ള ആളുകളും അവരും കുഫറിൽ തന്നെയാണ്. വല്ലപ്പോഴുമൊക്കെ നമസ്കരിക്കുന്നവരും കുഫറിന്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത്. എന്നാൽ പതിവായി നമസ്കരിക്കുന്ന ആളുകളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വഖ്തിലൊക്കെ ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ മശീഅത്തിൻ്റെ കീഴിലാണ്. ഇൻഷാ അള്ളാഹ് ഒരു വേള അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുകയും ചെയ്തേക്കാം. അള്ളാഹു തബാറക വ തആല അവനാണ് കൂടുതൽ അറിയുന്നവൻ. അപ്പോൾ ഈ കാര്യം ഗ്രന്ഥകർത്താവ് രണ്ട് നിലക്ക്, ഒന്ന് മുസ്ലിം ഉമ്മത്ത് നമസ്കാരത്തിൽ വീഴ്ച വരുത്തരുത് എന്ന അർത്ഥത്തിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജ് പിൻപറ്റുന്ന ഒരാൾ ഒരിക്കലും നമസ്കാരം ഉപേക്ഷ വരുത്തുന്നവരാവരുത് എന്ന ഒരു തത്വം പഠിപ്പിക്കുന്നതോടൊപ്പം ഈമാനിൻ്റെ ഭാഗമായി നമസ്കാരം പരിഗണിക്കപ്പെടുകയില്ല, നമസ്കരിച്ചിട്ടില്ലെങ്കിലും അയാളുടെ ഈമാൻ പൂർണ്ണമാണ് എന്ന് വാദിച്ച മുർജിയാക്കളെ പോലെയുള്ള ആളുകൾക്കുള്ള റദ്ദ് എന്നുള്ള നിലക്ക് കൂടിയാണ് ഗ്രന്ഥകർത്താവ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ നിലക്ക് ദീന് പഠിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.